ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ അവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. വൈ ഡിഡ് ഐ സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ ആൻഡ് വീഡിയോ ഒക്കെ എടുക്കാം. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? അതിനെന്തോ തുടങ്ങി എനിക്ക് കുറച്ചുകൂടി ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ ചാനൽസ് ഉണ്ട് യൂട്യൂബിൽ. അവർ കണ്ട് എനിക്ക് തോന്നുന്നു തുടങ്ങി ഒരു ചാനൽ തുടങ്ങിയാലോ ആൻഡ് ആ ഒരു ഇതിലേക്ക് എത്തിയാലോ. എന്താണ് ചാനലെന്നോ, എന്താണ് എഡിറ്റിങ്ങെന്നോ, എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയാത്തൊരു ഇതിൽ എനിക്ക് തോന്നിയിരുന്നു എന്താ ചെയ്താലോ. പിന്നെ ഞാനത് വിട്ടു. പിന്നെ ഒരു ടൈമായപ്പോൾ ഞാൻ അത് വിട്ടുകളഞ്ഞു. ആൻഡ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ ഞാൻ നിന്ന ഒരു ടൈമിൽ എനിക്ക് കുറച്ചുകൂടി സോഷ്യലൈസ് ആവണമെന്നും കുറച്ചും കൂടി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് വേണമെന്നും ഇതൊക്കെ തോന്നിയപ്പോഴാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതും ഒറ്റ ദിവസം മാത്രം എനിക്ക് ആ ഒരു കാര്യങ്ങൾ തോന്നി, സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 4-നാണ്, അതായത് April 4-നാണ്. ഇന്നിപ്പോൾ April 13th ആയി. ആൻഡ് ഈ ഒരു ദിവസങ്ങളിലുള്ളിൽ തന്നെ എനിക്ക് 15 സബ്സ്ക്രൈബേഴ്സാണ് വന്നത്. ആൻഡ് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഞാൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ സബ്സ്ക്രിപ്ഷൻ വരുമ്പോഴും എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ്. ഒരാളെങ്കിൽ ഒരാൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, ഒരാൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് എനിക്കത് മനസ്സിലാവുമ്പോൾ എൻ്റെ കറേജ് കൂടുക, എൻ്റെ കോൺഫിഡൻസ് കൂടുന്നുണ്ട്. ആൻഡ് ഇറ്റ് മേക്ക് മീ ഹാപ്പി. ഇപ്പോൾ എൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഒരു 8 വീഡിയോ അടക്കം ഇട്ടിട്ടുണ്ടായിരിക്കണം. ഷോർട്സും വീഡിയോസും ലോങ് വീഡിയോസും കൂടിയിട്ട് ഒരു 8 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരിക്കണം. അതിൽ തന്നെ ഓരോ വീഡിയോക്ക് ലൈക്ക് വേണം ചിലപ്പോൾ ഒരു 10, 8, 5 ആ ഒരു ലൈക്കായിരിക്കാം, 10, 12 ഒക്കെ ആയിരിക്കാം ലൈക്സ് വേണ്ടത്. പക്ഷേ അതുപോലും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ളതല്ല. ആൻഡ് ഒരിക്കൽ പോലും എനിക്ക് അത്രയാവും. ഞാൻ കൂടിപ്പോയാൽ വരില്ല, 5-നേക്കാളും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ലൈക്ക് കിട്ടുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നടന്നു. ബിക്കോസ് ഒരിക്കലും നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ നടക്കാത്തൊന്നുമില്ല. എൻ്റെ ഇൻട്രോവേർട്ടിസം മാറ്റണമെന്നുണ്ടായിരുന്നു, ഞാൻ അത് മാറ്റാൻ ശ്രമിക്കുന്നു. ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിച്ചത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഞാൻ എൻ്റെ ജേർണി തുടങ്ങി. നിങ്ങളൊക്കെ സപ്പോർട്ടിന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻസ്പിറേഷൻസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. കടൽ ക്ലൗഡ്, ലക്ഷ്മി ചേച്ചി, ഋത്വിക, നീനു സജി, ഇവരൊക്കെ എനിക്ക് ഭയങ്കര ക്രാഫ്റ്റ് വീഡിയോസ് ആയാലും ലോങ് വീഡിയോസ് അല്ലെങ്കിൽ വ്ളോഗ്സ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ഇവരൊക്കെ കണ്ടാണ് എനിക്ക് കുറച്ചുകൂടി യൂട്യൂബ് തുടങ്ങിയാലോ, ഒരു ചാനൽ തുടങ്ങിയാലോ എന്നുള്ള ആഗ്രഹം തോന്നിപ്പോയത് പോലും. ആൻഡ് ദേ ആർ മൈ ഇൻസ്പിറേഷൻസ്. ഇതിൽ നിന്നും ചിലപ്പോൾ അച്ചീവ്മെൻറ്റ് കുറവായിരിക്കാം. എനിക്ക് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടി ആൾക്കാരെ, എൻ്റെ പീപ്പിൾസ് എന്ന് പറയാനായിട്ട് കുറച്ചും കൂടി ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മൈ പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് വേണമെന്ന് ആഗ്രഹിച്ച ടൈമിൽ എനിക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് കൂടുന്നതും എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. എനിക്ക് യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോ ഇടുന്നു തുടങ്ങുമ്പോഴും ഇപ്പോഴും കറക്റ്റായിട്ട് അറിയത്തില്ല എന്താണ് ചെയ്യേണ്ടതെന്നും എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നും. ബട്ട് എൻ്റെ ഇൻസ്പിറേഷൻസ് ആയിട്ടുള്ള കുറച്ച് പേരുടെ വീഡിയോസ് കണ്ടിട്ടായാലും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറേ ക്രാഫ്റ്റ് ആയാലും അല്ലെങ്കിൽ വ്ളോഗ്സ് ആയാലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതൊക്കെ വെച്ചിട്ടായിരിക്കും എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഗൈസ്, നിങ്ങൾക്കും എന്നെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.